ആഗോളതലത്തിലെ ബിസിനസ് സാധ്യതകളും നടപടിക്രമങ്ങളും അറിയാൻ ദുബൈയിൽ ശനിയാഴ്ച നടക്കുന്ന ബിസ് സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ദുബൈ ഹോളിഡേ ഇൻ ഹോട്ടലിൽ ദിവസം മുഴുവൻ നീണ്ടുനിൽക്കുന്ന സംരംഭക ഒത്തുചേരലിൽ കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നുമായി 400ഓളം പേരാണ് പങ്കെടുക്കുന്നത്. മീഡിയ വണുമായി സഹകരിച്ച് 99 ഐഡിയ ഫാക്ടറി CCD എന്ന കൂട്ടായ്മയാണ് സംരംഭക സമ്മേളനത്തിന് ദുബൈയിൽ വേദിയൊരുക്കുന്നത്. ബിസ് ദുബൈ 2017 എന്ന പേരുള്ള സമ്മേളനത്തിലേക്ക് കേരളത്തിൽ നിന്ന് മാത്രം 200ഓളം പേർ എത്തുന്നുണ്ട്. UAEയുടെ മുൻ സാമ്പത്തിക ഉപദേശക സമിതി അംഗം അഹമ്മദ് ഇബ്രാഹിം അൽ ഹമാദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സജീവ് നായർ, റിയാസ് കെൽട്ടൺ, മുഹമ്മദ് ബഷീർ, KV സംഷുദ്ദീൻ, PA ഇബ്രാഹിം ഹാജി, ഡോക്ടർ ഷബീർ നെല്ലിക്കോട്, അബ്ദുല്ല എസ് ഉബൈദുല്ല, ഷംലാൽ അഹമ്മദ്, മീഡിയ വൺ CEO അബ്ദുൽ മജീദ് എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിക്കും. സമാപന സമ്മേളനത്തിൽ UAEയിലെ ഇന്ത്യൻ അംബാസഡർ നവദീപ് സിംഗ് സൂരിയായിരിക്കും മുഖ്യാതിഥി. സംരംഭകർക്ക് ഏറെ ഉപകരിക്കുമാറാണ് സമ്മേളന സെഷനുകൾ സംവിധാനിച്ചിരിക്കുന്നതെന്ന് ബിസ് കോൺക്ലേവ് പ്രോഗ്രാം ഡയറക്ടർ ഗിരീഷ് ദാമോദരൻ പറഞ്ഞു. 9 സെഷനിൽ ഇടതടവില്ലാതെ ബിസ് ഇൻട്രോയിൽ തുടങ്ങി ബിസ് നെക്സ്റ്റിൽ അവസാനിക്കുന്ന അതിനിടയിൽ ഒരു ബിസ് ഫിയസ്റ്റ എന്ന് പറയുന്ന ഒരു കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടായിരിക്കും. UAEയിലെ ബിസിനസ്സിൻ്റെ മറ്റു ഭാവങ്ങളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും അറിയുന്ന സെഷനുകളുണ്ടായിരിക്കും. പ്രമുഖരായിട്ടുള്ള സക്സസ് കോച്ചുകളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ബിസിനസ് രംഗത്തെ എക്സ്പേർട്സുകളുടെ അവയർനെസ് ക്ലാസുകളുണ്ടായിരിക്കും. UAEയിലെയും മറ്റും വിവിധ ഫ്രീ സോണുകൾക്ക് ചുവടെ പുതിയ സംരംഭങ്ങൾ ആവിഷ്കരിക്കാൻ കൃത്യമായ ബോധവൽക്കരണവും മാർഗനിർദ്ദേശവും നൽകുക എന്നതാണ് ആഗോള സംരംഭക ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. ആഗോളതലത്തിലെ ബിസിനസ് അവസരങ്ങൾ മലയാളികൾക്ക് മുമ്പാകെ തുറന്നിടാനുതകുന്ന വിവിധ ആശയങ്ങളുടെ തുടർച്ചയാണ് ദുബൈ സമ്മേളനമെന്നും സംഘാടകർ വ്യക്തമാക്കി. ബിസിനസ് മേഖലയിൽ വിജയം കൈവരിച്ച പ്രമുഖരുമായി സംവദിക്കാനുള്ള അവസരവും ഉച്ചകോടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. മീഡിയ വൺ, ദുബൈ. ദമാമിൽ തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന നടത്തി. വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിൽ മതിയായ രേഖകളില്ലാത്ത 300ഓളം നിയമലംഘകർ പിടിയിലായി. നാടുകടത്തൽ കേന്ദ്രത്തിൽ വിദേശികളുടെ എണ്ണം കൂടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. തൊഴിൽ വകുപ്പ് നടത്തിയ പരിശോധനയിൽ മതിയായ രേഖകളില്ലാത്ത 360 നിയമലംഘകരാണ് പിടിയിലായത്. ഇക്കാമയും മറ്റു മതിയായ രേഖകളുമില്ലാത്തവരാണ് പിടിയിലായ വിദേശികളിൽ അധികവും. അനധികൃതമായി മറ്റ് സ്പോൺസർമാരുടെ കീഴിൽ ജോലി ചെയ്തവരും ഇവരിൽപ്പെടും. വ്യാപാര കേന്ദ്രങ്ങൾ, മാളുകൾ, മെഡിക്കൽ ഷോപ്പുകൾ, സ്പെയർപാർട്സ് കടകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിലാണ് തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘമെത്തിയത്. ദമാം, അൽക്കോബാർ, അലഹ്സ എന്നീ സ്ഥലങ്ങളിലാണ് പരിശോധന നടന്നത്. സ്ഥാപനത്തിന്റെ രേഖകളിലെ ക്രമക്കേടുകൾ, അനുവദിച്ചതിലും കൂടുതൽ ജീവനക്കാരുടെ സാന്നിധ്യം, സ്വദേശി ജീവനക്കാരുടെ അനുപാതത്തിലെ കുറവ്, മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അഭാവം എന്നിങ്ങനെ നിരവധി കാരണങ്ങളാലാണ് സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തത്. നഗരത്തിന് പുറത്തുള്ള കൃഷിയിടങ്ങളിൽ ഇത്തവണ ശക്തമായ പരിശോധനയാണ് നടത്തിയത്. നാടുകടത്തൽ കേന്ദ്രത്തിൽ വിദേശികളുടെ എണ്ണം കൂടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. നിയമലംഘകരെ പിടികൂടാനുള്ള പരിശോധനകൾ ശക്തമാക്കിയതായി കിഴക്കൻ പ്രവിശ്യ പോലീസ് വക്താവ് സിയാദ് അൽ റീഖൈതി പറഞ്ഞു. അവധി ദിവസങ്ങളിലും ശക്തമായ പരിശോധന തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയ വൺ, ദമാം. സാൽമിയയിലെ സാലിം അൽ മുബാറക് തെരുവിനെ മോടി പിടിപ്പിക്കാനൊരുങ്ങി കുവൈത്ത് നഗരസഭ. സുഖ് മുബാറക്കെ മാതൃകയിൽ സാലിം അൽ മുബാറക് തെരുവിനെ സൗന്ദര്യവൽക്കരിച്ചു. രാജ്യത്തെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഉൾപ്പെടുത്താനാണ് പദ്ധതി. നവീകരണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ അഹമ്മദ് അൽ മൻഫൂഹി അറിയിച്ചു. ഹവല്ലി ഗവർണറേറ്റിലെ വികസന പദ്ധതികൾ ചർച്ച ചെയ്യാൻ ഗവർണർ ഷെയ്ഖ് അഹമ്മദ് അൽ നവാഫ് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നഗരസഭാ ഡയറക്ടർ എഞ്ചിനീയർ അഹമ്മദ് അൽ മൻഫൂഹി സാലിം മുബാറക് സ്ട്രീറ്റ് നവീകരണ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞത്. മുനിസിപ്പാലിറ്റിയിലെയും ഗവർണറേറ്റിലെയും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗം പദ്ധതിയുടെ രൂപരേഖ, നിർമ്മാണ കാലാവധി തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അൽബിഷർ ട്രാഫിക് സിഗ്നൽ മുതൽ 4th റിംഗ് റോഡ് വരെയുള്ള 1 കിലോമീറ്റർ ഭാഗമാണ് സാലിം മുബാറക് സ്ട്രീറ്റ് നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. മുബാറക്കിയ സൂക്ക് പുനർനിർമ്മിച്ചതുപോലെ പാരമ്പര്യത്തനിമ നിലനിർത്തിക്കൊണ്ടും ഒപ്പം വാണിജ്യ വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുമുള്ള നവീകരണമാണ് അധികൃതർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഔദ്യോഗിക അംഗീകാരം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പിന്നിട്ടതായും അധികം വൈകാതെ തന്നെ തെരുവ് നവീകരണ പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കഴിയുമെന്നും അഹമ്മദ് അൽ മൻഫൂഹി കൂട്ടിച്ചേർത്തു. സാലിം മുബാറക് തെരുവ് നവീകരണം പൂർത്തിയാകുന്നതോടെ ഹവല്ലി മേഖലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി സാൽമിയ മാറുമെന്ന് ഗവർണർ ഷെയ്ഖ് അഹമ്മദ് അൽ നവാഫ് അഭിപ്രായപ്പെട്ടു. സൗന്ദര്യവൽക്കരണം പൂർത്തിയാകുന്ന മുറക്ക് സാലിം മുബാറക് സ്ട്രീറ്റിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കണമെന്ന നിർദ്ദേശവും ഗവർണർ മുന്നോട്ട് വെച്ചു. മുനീർ അഹമ്മദ്, മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. നാട്ടിലേക്ക് പോകുമ്പോൾ ലഗേജ് കൂടെ കരുതുന്നവർ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുബൈ എയർപോർട്ട് അധികൃതർ. കുത്തിനിറച്ചതും ഏണും കോണും തെറ്റിയ രൂപത്തിലുള്ളതുമായ ബാഗുകളും പെട്ടികളും ഇനി ദുബൈ വിമാനത്താവളം വഴി കടത്തിവിടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ലഗേജുകൾ ഒരുക്കുമ്പോൾ ഇനി പ്രത്യേകം ഓർക്കുക, അവ പരന്ന രീതിയിലുള്ളതായിരിക്കണം. റൗണ്ട് ബാഗുകളോ അസാധാരണ വലിപ്പവും രൂപവുമുള്ള പെട്ടികളോ ഇനി അനുവദിക്കില്ല.
ലോകത്തെ ഏറ്റവും മികച്ച സാങ്കേതിക തികവിൽ ബാഗേജുകൾ കൈകാര്യം ചെയ്തിട്ടും ദുബൈ വിമാനത്താവളത്തിലെ ബെൽറ്റുകളിൽ കുത്തിനിറച്ചതും അമിത വലിപ്പം തോന്നിക്കുന്നതുമായ ബാഗേജുകളും പെട്ടികളും സ്തംഭനം സൃഷ്ടിക്കാറുണ്ട്. ബാഗേജ് നീക്കം വൈകുന്നത് യാത്രക്കാർക്കും ജീവനക്കാർക്കും വിമാന കമ്പനികൾക്കും ഏറെ ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുന്നു. ഈ സാഹചര്യത്തിൽ ശരിയായ വലിപ്പത്തിലും രൂപത്തിലുമല്ലാത്ത ബാഗേജുകൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് അധികൃതർ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. യഥാർത്ഥ രീതിയിലല്ലാത്ത ബാഗുകളുമായി എത്തുന്നവർ വിമാനത്താവളത്തിൽ നിന്ന് ലഭിക്കുന്ന ചതുരപ്പെട്ടികളിൽ അവ പാക്ക് ചെയ്യേണ്ടി വരും. ഇതിന് പ്രത്യേക നിരക്കും ഈടാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മീഡിയ 1 ദുബൈ. സംസ്ഥാന ബജറ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രവാസ ലോകവും. മുൻ ബജറ്റുകളൊന്നും തങ്ങളോട് നീതി പാലിച്ചില്ലെന്ന കുറ്റപ്പെടുത്തലിനിടയിലും ഏറെ പ്രതീക്ഷയിലാണ് പ്രവാസികൾ. UAE, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ സന്ദർശനത്തിൽ നൽകിയ ഉറപ്പുകൾ തന്നെയാണ് ഈ പ്രതീക്ഷ ഉയർത്തുന്ന ഘടകം. സമഗ്ര പുനരധിവാസം ഉൾപ്പെടെ പ്രവാസ ലോകത്തിന്റെ പ്രതീക്ഷകൾക്ക് കൂടെ നിൽക്കാൻ ബജറ്റിന് എത്രമാത്രം സാധിക്കുമെന്നാണ് പ്രവാസ ലോകം ഉറ്റുനോക്കുന്നത്. പ്രവാസി പുനരധിവാസത്തിന് ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച 12 കോടി 24 പകുതി പോലും അനുവദിച്ചു കിട്ടിയില്ലെന്നും നിരാശയ്ക്കിടയാക്കുന്നുണ്ട്. വിവരങ്ങളുമായി MC നാസറുണ്ട്, ഞങ്ങളുടെ പ്രതിനിധി ദുബൈയിൽ നിന്ന്. നാസർ, നാളെ പൊതുബജറ്റാണ്. എല്ലാ വർഷവും പ്രവാസികളോട് ആദ്യം വലിയ പ്രതീക്ഷ പുലർത്തുകയും അവസാനം പ്രവാസികളോട് അനീതി കാണിക്കുകയും എന്നുള്ള പതിവ് പല്ലവി ഇത്തവണ ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണോ പ്രവാസികൾക്കുള്ളത്? എന്തൊക്കെയാണ് പ്രവാസികളുടെ പ്രതീക്ഷകൾ? സായി, തീർച്ചയായിട്ടും ഇത്തവണയെങ്കിലും ബജറ്റ് തങ്ങളോട് നീതി ചെയ്യും എന്ന ഒരു ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് പ്രവാസ ലോകം. പ്രത്യേകിച്ച് ഏതാണ്ട് 1.5 മാസത്തിനുള്ളിൽ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ഗൾഫ് സന്ദർശനങ്ങൾ, അതിലേറ്റവും പ്രധാനം UAE-യിലായിരുന്നു. പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞത് ഇവിടെ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് 6 മാസത്തെ വേതനം നൽകുന്നത് ഉൾപ്പെടെയുള്ള വളരെ പ്രായോഗികമായിട്ടുള്ള ചില നടപടികൾ ഗവൺമെന്റ് കൈക്കൊള്ളും. ഇതിന് സാമ്പത്തിക ബാധ്യതയോ മറ്റോ വലിയ പ്രശ്നമാകില്ല എന്ന കൃത്യമായിട്ടുള്ളൊരു സന്ദേശം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. അതോടൊപ്പം തന്നെ ബഹ്റൈനിൽ നടന്ന സന്ദർശനത്തിലും പ്രവാസ ലോകത്തിന്റെ എല്ലാ പ്രയാസങ്ങളും, പ്രത്യേകിച്ച് നിലവിലുള്ള പ്രതികൂലമായിട്ടുള്ള സാമ്പത്തിക തൊഴിൽ സാഹചര്യം, ഇത് മുൻനിർത്തിക്കൊണ്ട് കേരള ഗവൺമെന്റ് ഈ പ്രവാസ ലോകത്തോട് തീർച്ചയായിട്ടും ആ പ്രതിബദ്ധത ഗവൺമെന്റ് നിലനിർത്തും. അക്കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട എന്നുപോലും വളരെ കൃത്യമായി തന്നെ പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു. ഇതാണ് പക്ഷേ ഇത് ഈ പ്രസ്താവനകൾക്കപ്പുറം ബജറ്റിൽ എത്ര കണ്ട് തുക ഉൾക്കൊള്ളിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് പുനരധിവാസം, അതോടൊപ്പം തന്നെ പ്രവാസി ക്ഷേമനിധി, വളരെ തുച്ഛമായിട്ടൊരു തുക മാത്രമാണ് ആ പെൻഷൻ പദ്ധതിയിൽ ഇപ്പോഴുള്ളത്. അതൊരു 5000 ആയെങ്കിലും ഉയർത്തണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യവും പ്രവാസ ലോകം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നിലവിലുള്ള കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യത്തിൽ എത്ര കണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകും, പ്രവാസികൾക്ക് നൽകിയ ഈ വാഗ്ദാനം എത്ര കണ്ട് നടപ്പാകും, അതിനെ പിന്നെ എത്ര കണ്ട് തുക വകയിരുത്തും എന്നത് തന്നെയാണ് പ്രവാസ ലോകം. സാമ്പത്തിക വിദഗ്ധൻ സജിത് കുമാർ ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീ സജിത് കുമാർ, പ്രസ്താവനകൾക്കപ്പുറം നമ്മുടെ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഏതെങ്കിലും തരത്തിൽ മറികടക്കാനുള്ള പോംവഴികൾ ഈ ബജറ്റിൽ ഉണ്ടാകുമോ എന്ന് എല്ലാവരും നോക്കിക്കാണുകയും ചെയ്യുന്നു. അതോടൊപ്പം പ്രവാസികൾക്ക് മുൻകാലങ്ങളിൽ നൽകിയിട്ടുള്ള വാഗ്ദാനം, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഗൾഫ് സന്ദർശനത്തിനിടെ നൽകിയിട്ടുള്ള വാഗ്ദാനം, അതൊക്കെ കൃത്യമായി പാലിക്കപ്പെടും ഈ ബജറ്റിൽ എന്നുള്ള ഒരു പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? ഈ വർഷത്തെ കേരള ബജറ്റ് വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ ഇടയിലാണ് നടക്കുന്നത്. ഇപ്പൊ ഡിമോണിറ്റൈസേഷൻ ഇമ്പാക്ട് ആണെന്നുണ്ടെങ്കിലും മൺസൂൺ കുറവ്, അതുപോലെ തന്നെ പണപ്പെരുപ്പം കൂടുന്നു. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ പ്രവാസികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പ്രതീക്ഷയുള്ള ഒരു ബജറ്റാണ്. അതുപോലെ തന്നെ കേരള ഗവൺമെന്റിനെ സംബന്ധിച്ച് പ്രവാസി മലയാളികളിൽ നിന്നുള്ള വരുമാനം വളരെ അത്യന്താപേക്ഷിതമായി വരുന്ന സാഹചര്യവും കൂടിയാണ്. അതായത് പ്രവാസികൾക്ക് അവിടെയാണെങ്കിൽ നിക്ഷേപങ്ങൾക്കും റെമിറ്റൻസിനും ഒരുപോലെ പ്രാധാന്യം കൊണ്ടുവന്നാൽ മാത്രമേ കേരളത്തിന്റെ എക്കാലവും നെടുന്തൂണായിട്ട് സാമ്പത്തിക നിലയിൽ നെടുന്തൂണായിട്ട് വരുന്ന പ്രവാസികളിൽ നിന്നുള്ള റെമിറ്റൻസ് വരിക അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ വരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട അത്യാവശ്യകത ഈ ഒരു ബജറ്റിൽ വരുന്നുണ്ട്. രണ്ടാമത്, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗവൺമെന്റ് തലത്തിലാണെന്നുണ്ടെങ്കിലും GCC രാജ്യങ്ങളുമായിട്ട് ബഹ്റിന്റെ സന്ദർശനമാണെങ്കിലും UAE സന്ദർശനമാണെങ്കിലും മുഖ്യമന്ത്രിയുടെ GCC രാജ്യങ്ങളുമായിട്ട് സർവീസ് മേഖലകളിൽ ഏത് രീതിയിലുള്ള ബന്ധം ദൃഢമാക്കാൻ പറ്റും, അത് കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഏത് രീതിയിൽ അത് ഉയർച്ച കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിന് മുൻതൂക്കം കൊടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പൊ നമുക്കറിയാം, പ്രവാസി മലയാളികൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള രീതിയിൽ ഇപ്പൊ നിക്ഷേപങ്ങളുടെ കാര്യങ്ങളുടെ ആണെന്നുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഇവിടെ ഷാർജയിലാണെങ്കിൽ ഫാമിലി സിറ്റി പോലെയുള്ള അഫോർഡബിൾ ഹൗസിംഗ് ആൻഡ് കൾച്ചർ സെന്റർ, അപ്പൊ അതിന്റെ നിക്ഷേപങ്ങൾക്കുള്ള സാധ്യതകൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു കമ്മിറ്റ്മെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ പ്രവാസി മലയാളികൾക്ക് നോർക്ക് വഴി, അത്
പുനരധിവാസത്തിനും അതുപോലെ തന്നെ പ്രവാസി മലയാളികൾക്ക് സ്വയം തൊഴിൽ പദ്ധതികൾക്കുള്ള സപ്പോർട്ടീവായിട്ടുള്ള മെഷേഴ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ NRI കമ്മീഷനെ നിയമിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, പ്രവാസികളുടെ കംപ്ലയിൻസിന്റെ ആ ഒരു അടിസ്ഥാനപ്പെടുത്തിയിട്ട്. അപ്പൊ ഇതെല്ലാം നോക്കി ഇത് പരിഹാരം വന്നു കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിലേക്കുള്ള ആ ഒരു നിക്ഷേപ സാധ്യത അല്ലാന്നുണ്ടെങ്കിൽ റെമിറ്റൻസ് കൂടുകയുള്ളൂ. പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ഈ ഒരു ബജറ്റിലൂടെ എന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം കിട്ടുമെന്നുള്ള എല്ലാ പ്രതീക്ഷയിലും തന്നെയാണ് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഞാൻ താങ്കളിലേക്ക് വരാം. NRK വെൽഫെയർ ഫോറം റിയാദിലെ ജനറൽ കൺവീനർ ബാലചന്ദ്രൻ നായർ കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിലെത്തിയിട്ടുണ്ട്. ശ്രീ ബാലചന്ദ്രൻ നായർ, എല്ലാ തവണയും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാറുള്ളത് പോലെ പ്രവാസികളാണ് ഈ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് ഈ സർക്കാരും പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. അതിനുമപ്പുറം എന്ത് നടപടി ഉണ്ടാകും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ഏത് രീതിയിൽ പരിഹരിക്കുമെന്നുള്ള വലിയ പ്രശ്നം അവിടെയുണ്ട്. അതോടൊപ്പം നിങ്ങളടക്കമുള്ള പ്രവാസികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എങ്ങനെ നിറവേറ്റുമെന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. എന്താണ് നിങ്ങൾ ഈ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിന്റെ അവസാനം പറഞ്ഞ പ്രധാന ഘടകമുണ്ട്. അതായത് സംസ്ഥാനത്തിന്റെ പരിധിക്ക് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ വലിയൊരു ചലഞ്ച് ഗവൺമെന്റിന് മുമ്പിലുണ്ട്. പക്ഷെ ഈ കാലം അത്രയും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഗവൺമെന്റുകൾക്കൊന്നും കാര്യമായ ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് അതിൽ വിലയിരുത്താനുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗൾഫിൽ പൊതുവെ ഒരു സാമ്പത്തിക മാന്ദ്യത്തിനോടടുത്ത് നിൽക്കുന്ന, മാന്ദ്യം എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഒരു മാന്ദ്യത്തിനോട് അടുത്ത് നിൽക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ വ്യാപകമായ സ്വദേശിവൽക്കരണം, എണ്ണ വില കൊണ്ടിരിക്കുന്ന ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ കൊണ്ട് പ്രവാസികളുടെ ഒഴിച്ചുപോക്കുണ്ട്. പുതിയ ആളുകൾ അതുകൊണ്ട് ഇവിടെ വരാതിരിക്കുന്നില്ല, പുതിയ ആളുകൾ വരുന്നുണ്ട്. പക്ഷെ ഒരുപാട് പേര് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഗവൺമെന്റിന്റെ പദ്ധതികള് ഇപ്പൊ നോർക്ക മുഖാന്തരമുള്ള സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പദ്ധതികളും ഒക്കെ, പക്ഷെ അതൊന്നും ഫലവത്താകുന്നില്ല. അല്ലെങ്കിൽ അതിനൊക്കെ ഒരുപാട് ഉപാധികള്, അതല്ലെങ്കിൽ അതിനൊക്കെ ലോൺ കിട്ടുന്നതിന് ഒരുപാട് നിഷ്കർഷിച്ചു വേണ്ട ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികളൊക്കെ, അല്ലെങ്കിൽ ബാങ്കുകളുടെ ഭാഗത്തു നിന്നുള്ള നടപടികളൊക്കെ വാസ്തവത്തിൽ ഗുണകരമായി വരുന്നില്ല പ്രവാസികൾക്ക്. അപ്പോ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് കുറച്ചുകൂടി ഉദാരമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. അതിനുള്ള ബജറ്റ് പ്രൊവിഷൻ ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട്. അതിനൊരു മോണിറ്ററിംഗ് മെക്കാനിസം ഏർപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പൊ വാസ്തവത്തിൽ 20 ലക്ഷം രൂപയോളം പ്രവാസികൾക്ക് സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് കിട്ടും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള മേഖലകൾ ലിമിറ്റഡ് ആണെന്ന് അതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. പരിമിതമായ മേഖലകൾ മാത്രമാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പൊ കൂടുതൽ മേഖലകൾ ഉൾപ്പെടുത്താൻ കഴിയണം. അതുപോലെ തന്നെ അതിന് ഈ സംരംഭകരെ സഹായിക്കുന്ന സമീപനം ഗവൺമെന്റിന്റെ ഏജൻസികളിൽ നിന്നുണ്ടാകണം. പക്ഷെ നിർഭാഗ്യവശാൽ ഇത്തരം കാര്യങ്ങളൊന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. വ്യക്തമാണ്. ശ്രീ സജിത് കുമാർ, അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയല്ലേ? ഇവിടെ പ്രവാസികൾക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ പോലും ഇതിന്റെ യഥാർത്ഥ ഗുണഫലം പ്രവാസികളുടെ കയ്യിലേക്ക് എത്തുന്നില്ല. പുനരധിവാസത്തിനായി 24 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ 4 കോടി രൂപ മാത്രമാണ് പ്രവാസികളുടെ കൈകളിലേക്ക് എത്തിയിട്ടുള്ളതെന്നാണ് അവസാനം വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. കൃത്യമായി പ്രഖ്യാപിക്കപ്പെടുന്ന പദ്ധതികൾ പോലും പ്രവാസികളുടെ കൈകളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള ഒരു മോണിറ്ററിംഗ് പോലും ഇവിടെ നടക്കുന്നില്ല. അതും സർക്കാർ തിരുത്തേണ്ട ഒരു കാര്യം തന്നെയല്ലേ? ഇതിനകത്ത് വളരെ പോസിറ്റീവായിട്ട് നമുക്കൊരു കാണേണ്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റ് NRIയെ കേന്ദ്രീകരിച്ച് NRI ബോണ്ട് എന്നുള്ള പദ്ധതികളിലേക്ക് വരുന്ന ഒരു സാഹചര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. ഒരു പരിധി വരെ ഈ ഒരു ബജറ്റിൽ അതിനകത്തേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ NRIയുടെ നിക്ഷേപം കൊണ്ട് തന്നെ NRIസിന്റെ പദ്ധതികൾ ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സ്റ്റേജിൽ ഇപ്പോൾ ഈ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആ ഒരു മെയിൻ ഫോക്കസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് മൊബിലൈസ് ചെയ്യുന്ന ഒരു കാര്യം. അത് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നിക്ഷേപം വഴി തന്നെ NRIസിന്റെ ഒരു കാര്യങ്ങൾക്കും കൂടെ ഇവര് പ്രാമുഖ്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. റൈറ്റ്, വളരെ നന്ദി ശ്രീ സജിത് കുമാർ. ഒപ്പം ബാലചന്ദ്രൻ നായർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും സംസ്ഥാന ബജറ്റ് നാളെയാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം പ്രവാസികളും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ ബജറ്റിനെ കാണുന്നത്. ഞങ്ങളുടെ പ്രതി MC നാസറാണ് വിവരങ്ങൾ നൽകിയത് ദുബായിൽ നിന്നും. മറ്റു വാർത്തകളിലേക്ക് വരാം. ചിലരുടെ ശേഷം വാർത്തകൾ തുടരുന്നു. ജിദ്ദ കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പുറത്ത് യാത്രക്കാരുടെ ലഗേജുകൾ കൈകാര്യം ചെയ്യുന്നതിന് സേവന കേന്ദ്രം ഒരുക്കുന്നു. മക്ക ഗവർണറേറ്റുമായി സഹകരിച്ച് സൗദി എയർലൈൻസ് ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. 5 മാസത്തിനുള്ളിൽ കെട്ടിടം പണി പൂർത്തിയാകും.
ജിദ്ദയിലെ റൗള ഡിസ്ട്രിക്റ്റിൽ 2000 ചതുരശ്ര മീറ്ററിലാണ് ലഗേജ് ഡെലിവറി കേന്ദ്രം നിർമ്മിക്കുന്നത്. ഹജ്ജ്, ഉംറ തീർത്ഥാടകർ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ യാത്രാ നടപടികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കുകയാണ് പ്രധാന ലക്ഷ്യം. പ്രധാന സീസണുകളിൽ വിമാനത്താവളത്തിൽ ലഗേജ് കൈകാര്യം ചെയ്യുന്നതിനുണ്ടാകുന്ന തിരക്ക് ഇതുവഴി കുറക്കാനാകും. മക്ക ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്ന് സൗദി എയർലൈൻസും ഗവർണറേറ്റ് കീഴിലെ വികസന ഓഫീസും തമ്മിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ലഗേജ് ഡെലിവറി കേന്ദ്രം ഒരുക്കാൻ തീരുമാനിച്ചതെന്ന് വികസന സെന്റർ ലീഗൽ ഉപദേഷ്ടാവ് ഡോക്ടർ മുഹമ്മദ് അൽ ഖഹ്താനി പറഞ്ഞു. റിയാദിൽ നേരത്തെ നടപ്പാക്കിയ പദ്ധതിയുടെ ചുവട് പിടിച്ചാണ് ജിദ്ദയിലും നടപ്പാക്കുന്നത്. തീർത്ഥാടകരടക്കം മുഴുവൻ യാത്രക്കാർക്കും ലഗേജുകൾ നേരത്തെ ഏൽപ്പിക്കാനും യാത്രാ നടപടികൾ പൂർത്തിയാക്കാനും സാധിക്കും. പുതിയ ജിദ്ദ വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ് കണക്കിലെടുത്തുകൂടിയാണ് പുതിയ തീരുമാനമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം യാത്രക്കാരുടെ എണ്ണത്തിൽ ഇക്കഴിഞ്ഞ വർഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ വർധനവാണ് ഉണ്ടായത്. 31 ദശലക്ഷത്തോളം യാത്രക്കാരാണ് കഴിഞ്ഞ വർഷം ജിദ്ദ വിമാനത്താവളം വഴി യാത്ര ചെയ്തത്. മുൻവർഷത്തേക്കാൾ 10 ലക്ഷം യാത്രക്കാരുടെ വർധനവാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. മീഡിയ 1 ജിദ്ദ. അബുദാബി നിവാസികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി UAE സൈന്യത്തിന്റെ അഭ്യാസ പ്രകടനം. അബുദാബി കോർണിഷിലാണ് സേനയുടെ മുഴുവൻ വിഭാഗങ്ങളും അണിനിരുന്ന പ്രകടനം അരങ്ങേറിയത്. ആദ്യമായാണ് പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന വിധം UAE സൈനികാഭ്യാസം നടത്തുന്നത്. വൈകുന്നേരം 4:30 അബുദാബി കോർണിഷിൽ നങ്കൂരമിട്ട കപ്പലുകളിലൊന്ന് കടൽക്കൊള്ളക്കാർ കീഴടക്കിയിരിക്കുന്നു. കപ്പൽ മോചിപ്പിക്കാൻ UAE വ്യോമ, നാവിക, കരസേനകൾ സംയുക്തമായി രംഗത്തേക്ക് കുതിക്കുന്നു. പിന്നെ ആകാംക്ഷയുടെ നിമിഷങ്ങൾ. ഇവിടെ ഞങ്ങൾ കണ്ടത് ആർമി, നേവി, എയർഫോഴ്സിൻ്റെ 3 രീതിയിലുള്ള അവരുടെ എക്സസൈസ് ആയിരുന്നു കണ്ടിരുന്നത്. അതായത് എയർഫോഴ്സിൻ്റെ സോൾജിയേഴ്സ് മേളിൽ നിന്ന് ത്രൂ പാരച്യൂട്ട് വന്നിട്ട് ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതും ത്രൂ ഹെലികോപ്റ്ററിൽ അവിടെ കളിച്ചിരിക്കുന്ന ഷിപ്പിനകത്ത് കയറി ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതൊക്കെയാണ് ഞങ്ങൾ കണ്ടിരുന്നത്. കപ്പൽ മോചിപ്പിച്ച ശേഷം ആകാശത്ത് പിന്നെ പോർവിമാനങ്ങളുടെ കലാപ്രകടനങ്ങളായിരുന്നു. ആകാശം നിറയെ UAEയുടെ ദേശീയ വർണ്ണങ്ങളിൽ അവർ സ്നേഹ സന്ദേശങ്ങൾ കുറിച്ചു. കുടുംബത്തോടൊന്നിച്ചാണ് മലയാളികളടക്കമുള്ളവർ സൈനിക പ്രകടനം കാണാനെത്തിയത്. ഐക്യത്തിന്റെ കോട്ട എന്ന പേരിൽ 1 മണിക്കൂർ മാത്രം നീണ്ട സൈനികാഭ്യാസം പലർക്കും പുതുമയുള്ള കാഴ്ചയായി. അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. ഗൾഫിലെ തള്ളിക്കളയാനാവാത്ത സൈനിക ശക്തിയാണ് തങ്ങളിന്ന് തെളിയിക്കുകയായിരുന്നു UAE സൈനികാഭ്യാസത്തിലൂടെ. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, അബുദാബി. പ്രവാസ ലോകത്ത് നിന്ന് പിറവിയെടുത്ത മെയിൻ കാഫ് ഒരു നോവൽ എന്ന പുസ്തകത്തിലെ ഗൾഫിലെ പ്രകാശനം നടന്നു. പ്രവാസിയായ ജയചന്ദ്രൻ നോവൽ എഴുത്തുകാരൻ സക്കറിയയാണ് പ്രകാശനം ചെയ്തത്. മാധ്യമം ആഴ്ചപ്പതിപ്പിലൂടെ പ്രസിദ്ധീകരിക്കപ്പെട്ട ജയചന്ദ്രന്റെ മെയിൻ കാംഫ് ഒരു നോവൽ എന്ന കൃതി പ്രൗഢമായ ചടങ്ങിലാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. പ്രശസ്ത എഴുത്തുകാരൻ സക്കറിയ നോവലിന്റെ കോപ്പി സുധീഷ് രാഘവന് നൽകി പ്രകാശനം നിർവഹിച്ചു. ജനപ്രതിനിധികൾ ജനങ്ങൾക്കുമേൽ നടത്തുന്ന അധികാര പ്രയോഗങ്ങൾ ജനാധിപത്യത്തിന് കനത്ത ആഘാതമേൽപ്പിക്കുകയാണെന്ന് സക്കറിയ പറഞ്ഞു. നമ്മൾ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ വായ്ത്താരികളിൽ അവരുടെ ചെയ്തികളും അവരുടെ പ്രസ്താവനകളും അവരുടെ തമ്മിലുള്ള പോരുകളും അവരുടെ പ്രസംഗങ്ങളുമാണ് ജനാധിപത്യം എന്ന് ഉള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ എത്തിച്ചേർന്നത്. അനിൽ വേങ്കോട് കൃതിയെ സദസ്സിന് പരിചയപ്പെടുത്തി. കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ പ്രിൻസ് നടരാജൻ, EA സലീം, K ജനാർദ്ദനൻ, P ഉണ്ണികൃഷ്ണൻ, EV രാജീവൻ എന്നിവർ ആശംസകൾ നേർന്നു. സുധീഷ് രാഘവൻ അധ്യക്ഷനായിരുന്നു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. കോഴിക്കോട് വിമാനത്താവളത്തിനോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ജിദ്ദ OICC പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വിമാനത്താവളം പൂർവ്വസ്ഥിതിയിലായിട്ടും ജിദ്ദയിലേക്ക് മാത്രം നേരിട്ട് വിമാന സർവീസ് പുനരാരംഭിക്കാത്തത് തികഞ്ഞ അവഗണനയാണെന്നും പ്രതിഷേധാർഹമാണെന്നും പരിപാടിയിൽ സംബന്ധിച്ചവർ അഭിപ്രായപ്പെട്ടു. മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ സേവ് കരിപ്പൂർ എന്ന പ്ലക്കാർഡുകളുമായാണ് OICC പ്രതിഷേധ ജ്വാല നടത്തിയത്.
മലപ്പുറം പാർലമെന്റ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റിയാസ് മുക്കോളി ടെലിഫോണിലൂടെ ചടങ്ങിനെ അഭിസംബോധന ചെയ്തു. സ്പീക്കർ ഹുഫ് ഇക്ബാൽ പോക്കുന്ന്, PM.A. ജലീൽ, CK ഷാക്കിർ, KM ഷരീഫ്, കുഞ്ഞുപാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. KTM മുനീർ അധ്യക്ഷത വഹിച്ചു. സാക്കിർ ഹുസൈൻ ഇടവണ്ണ സ്വാഗതവും ഹാഷിം കോഴിക്കോട് നന്ദിയും പറഞ്ഞു. മുന്നിലുള്ള വാഹനങ്ങളെ നിയമം ലംഘിച്ച് മറികടക്കാൻ ശ്രമിക്കുന്നവരെ കുടുക്കാൻ ദുബായ് പോലീസ് പുതിയ ക്യാമറയുമായി രംഗത്ത്. ഗതാഗത കുരുക്ക് പതിവായ പാതകളിലാണ് പുതിയ ക്യാമറ സ്ഥാപിക്കുക. പരീക്ഷണാടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയ ക്യാമറ ഒരാഴ്ചക്കിടെ 3000 നിയമലംഘനങ്ങളാണ് രേഖപ്പെടുത്തിയതെന്ന് പോലീസ് അറിയിച്ചു. കോഴിക്കോട് നടന്ന വിമൻസ് കൊളോക്യം കേരളത്തിലെ വനിതാ മുന്നേറ്റ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നുവെന്ന് GAO മുൻ സംസ്ഥാന പ്രസിഡന്റ് P. റുക്സാന ദോഹയിൽ പറഞ്ഞു. നാളെ ഖത്തറിൽ നടക്കുന്ന വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അവർ. തവാസുൽ യൂറോപ്പ് ഡയറക്ടർ സബ്രീന ലൈ, ജമാഅത്തെ ഇസ്ലാമി PR സെക്രട്ടറി ശിഹാബ് പോക്കോട്ടൂർ എന്നിവരും പരിപാടിയിൽ സംബന്ധിക്കും. നവലോകം സ്ത്രീ ഇസ്ലാം എന്ന തലക്കെട്ടിൽ ഖത്തറിലെ ഷെയ്ഖ് അബ്ദുല്ല ബിൻ സെയ്ദ് ആൽ മഹ്മൂദ് ഇസ്ലാമിക് സെന്ററിന് കീഴിൽ നടക്കുന്ന വനിതാ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കാനായാണ് GAO മുൻ സംസ്ഥാന പ്രസിഡന്റ് P. റുക്സാന ദോഹയിലെത്തിയത്. GAO സംഘടിപ്പിച്ച വിമൻസ് കൊളോക്യം തുടർ സംവാദങ്ങൾക്ക് വേദി ഒരുക്കുകയായിരുന്നെന്ന് അവർ പറഞ്ഞു. വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള വിദ്യാർത്ഥിനികളും അവതരിപ്പിച്ച 29ഓളം പേപ്പറുകളായിരുന്നു മുസ്ലിം വുമൻസ് കൊളോക്യത്തിനുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇനിയും ഇത്തരത്തിലുള്ള സംവാദങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാവണം എന്ന് GAO ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാവി എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ GAOവിനുണ്ട്. 3000ഓളം വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഖത്തറിലെ വക്ര സ്പോർട്സ് ക്ലബ്ബ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ തവാസുൽ യൂറോപ്പ് ഡയറക്ടർ സബ്രീന ലൈ മുഖ്യാതിഥിയായിരിക്കും. ജമാഅത്തെ ഇസ്ലാമി കേരള PR സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയതെന്ന് സംഘാടകർ അറിയിച്ചു. മീഡിയ 1 ദോഹ. തനിമ ജിദ്ദ നോർത്ത് സോൺ വനിതകൾക്കായി സൗഹൃദ സായാഹ്നം സംഘടിപ്പിച്ചു. ഡോക്ടർ ജയശ്രീ മൂർത്തി ആരോഗ്യ ക്ലാസ് എടുത്തു. സ്വയം തൊഴിൽ സംരംഭങ്ങൾ പരിചയപ്പെടുത്തി സിജി പ്രതിനിധികളായ റഷീദ് അമീർ, ഇർഷാദ്, സാജിദ് പാറക്കൽ, മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു. വിവിധ മത്സര വിജയിക്കുള്ള സമ്മാനങ്ങൾ അബ്ദുൽ ഷുക്കൂർ, ബഷീർ CH, മുഹമ്മദ് ഇസ്മയിൽ തുടങ്ങിയവർ വിതരണം ചെയ്തു. സോഫിയ, സുനിൽ, ഷെരീഫ ഹുസൈൻ എന്നിവർ ഗാനം ആലപിച്ചു. വനിതാ വിഭാഗം പ്രസിഡന്റ് മുംതാസ് V അധ്യക്ഷത വഹിച്ചു. ഖദീജ സ്വാഗതവും നജാത്ത് സക്കീർ നന്ദിയും പറഞ്ഞു. വിവിധതരം ബിരിയാണികളുമായി റിയാദിൽ നടന്ന ബിരിയാണി ഫെസ്റ്റ് ശ്രദ്ധേയമായി. OICC കോഴിക്കോട് ജില്ലാ റിയാദ് കമ്മിറ്റിയും നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റും സംയുക്തമായാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. 40-ലധികം പേർ പങ്കെടുത്ത മത്സരത്തിൽ സുഹറ ഷംസ്, ദുക്സത്ത്, ലത്തീഫ്, ഫൗസിയ മുസ്തഫ എന്നിവർ യഥാക്രമം ആദ്യ 3 സ്ഥാനങ്ങൾ സ്വന്തമാക്കി. ബഹ്റൈനിലെ പ്രശസ്തമായ ബുവലി റെസ്റ്റോറന്റ് ശൃംഖല കുവൈത്തിലും പ്രവർത്തനം ആരംഭിച്ചു. ഫൊഹാഹി ഗ്രീൻ ടവർ കോംപ്ലക്സിൽ ആരംഭിച്ച റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം ഇന്ത്യൻ സ്ഥാനപതി സുനിൽ K. ജെയിൻ നിർവഹിച്ചു. കുവൈത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. 650 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ തയ്യാറാക്കിയ റെസ്റ്റോറന്റിൽ കുടുംബങ്ങൾക്ക് ഒരുമിച്ചിരിക്കാനുള്ള പ്രത്യേക ഇടങ്ങളും മീറ്റിംഗ് റൂം, പാർട്ടി ഹാൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടം എന്നിവയും പ്രത്യേകം സജ്ജീകരിച്ചതായി മാനേജ്മെന്റ് അറിയിച്ചു. കുവൈത്തിലെ സുലൈബിയ സെൻട്രൽ ജയിൽ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന് പാർലമെന്റിന്റെ മനുഷ്യാവകാശ സമിതി ആവശ്യപ്പെട്ടു. ആഭ്യന്തര മന്ത്രാലയത്തിലെ ജയിൽക്കാരെ അണ്ടർ സെക്രട്ടറിയുടെയും അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് മനുഷ്യാവകാശ സമിതി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. തടവുകാർക്ക് ഖുർആൻ പഠനം നിർബന്ധമാക്കണമെന്ന നിർദ്ദേശവും സമിതി മുന്നോട്ടുവച്ചു. അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ജയിൽ കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും അടിയന്തിരമായി പുതുക്കിപ്പണിയണമെന്നും മനുഷ്യാവകാശ സമിതി ചൂണ്ടിക്കാട്ടി. പുതുക്കിപ്പണിയുമ്പോൾ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് അകലെയാകാൻ ശ്രദ്ധിക്കണമെന്നും ഇതുവഴി ജയിലിനകത്തേക്ക് മയക്കുമരുന്ന് കടത്തപ്പെടുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നും സമിതി അംഗമായ മുഹമ്മദ് അൽ ഹായിഫ് MP പറഞ്ഞു. ജയിലിലെ മെഡിക്കൽ ക്ലിനിക്കിന്റെ ഉത്തരവാദിത്തം ജയിൽ ഭരണസമിതിയിൽ നിന്ന് മാറ്റി ആരോഗ്യ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാക്കണമെന്നും ജയിലിനകത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും സമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. മുൻ MP മുസല്ലം അൽ ബറാക്കിന് ജയിലിൽ മർദ്ദനമേറ്റ സംഭവവും യോഗത്തിൽ ചർച്ചയായി. ജയിലിലെ ഖുർആൻ പഠനം നിർത്തിയതിൽ മനുഷ്യാവകാശ സമിതി എതിർപ്പ് പ്രകടിപ്പിച്ചു. കുറ്റവാളികളുടെ മനപരിവർത്തനത്തിന് ധാർമ്മിക പഠനം ഉപകരിക്കുമെന്നും ഖുർആൻ പഠനം പുനഃസ്ഥാപിക്കണമെന്ന് ഔക്കാഫ് നീതിന്യായ മന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും നാഷണൽ അസംബ്ലിയിലെ ഹ്യൂമൻ റൈറ്റ് പാനൽ അറിയിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിരുന്ന കേരളത്തെ പിണറായി വിജയൻ സർക്കാർ ക്രിമിനൽ ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് T. സിദ്ദിഖ് ആരോപിച്ചു. ഇൻകാസ് ഖത്തർ കോഴിക്കോട് ജില്ലാ ഏകദിന പ്രവർത്തക ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ ദോഹയിലെത്തിയതായിരുന്നു അദ്ദേഹം. അതിരപ്പള്ളി പദ്ധതിയെ കോൺഗ്രസ് പിന്തുണയ്ക്കില്ലെന്നും പരിസ്ഥിതിക്കായി നിലകൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കും ദലിതുകൾക്കുമെതിരായ അതിക്രമങ്ങളടക്കം 9 മാസം കൊണ്ട് കേരളത്തെ ക്രിമിനൽ വൽക്കരിച്ചിരിക്കുകയാണെന്ന് സർക്കാരെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് T. സിദ്ദിഖ് ആരോപിച്ചു.
കൊടിസുനിമാരും പൾസർ സുനിമാരും ഭരണകൂട ക്രിമിനൽ ബന്ധത്തിന്റെ തെളിവുകളാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് കേരളത്തിൽ ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തെ ഒരു ക്രിമിനൽ ഡെസ്റ്റിനേഷനാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ്. ഇരകളുടെ കൂടെ നിൽക്കേണ്ട ഗവൺമെന്റ് ഇരകളുടെ കൂടെയല്ല ഇന്ന് നിൽക്കുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാർ പ്രവാസികൾക്ക് വേണ്ടി നടത്തുന്ന പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണം മുഖ്യമായി കണ്ട കോൺഗ്രസ് ഇടക്കാലത്ത് പിന്നാക്കം പോയെങ്കിലും ഇപ്പോൾ പൂർവ്വപ്രതാപം വീണ്ടെടുത്തതായി പറഞ്ഞ സിദ്ദീഖ് അതിരപ്പള്ളി പദ്ധതിക്കെതിരായ നിലപാട് പാർട്ടി നേതൃത്വത്തിൻ്റെതാണെന്ന് വ്യക്തമാക്കി. ഏറ്റവും വലിയ ജൈവ വൈവിധ്യ മേഖലയായിട്ടുള്ള ആതിരപ്പള്ളി തകർക്കുക എന്നുള്ളതാണ് ഇതിന്റെ പിറകിലുള്ളത്. ഇൻകാസ് ഖത്തർ കോഴിക്കോട് ജില്ലാ ഏകദിന പ്രവർത്തക ക്യാമ്പിൽ പങ്കെടുക്കാനായി ദോഹയിലെത്തിയ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു. മീഡിയ 1 ദോഹ. ഒ രാജഗോപാലിന് ഷാർജയിൽ സ്വീകരണം. ഇന്ത്യൻ പീപ്പിൾ ഫോറവും ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയും ചേർന്നാണ് സ്വീകരണം ഒരുക്കിയത്. മാത്യു ജോൺ ഉദ്ഘാടനം ചെയ്തു. ഗണേഷ് രമങ്ങാനം അധ്യക്ഷത വഹിച്ചു. ഐസക് പട്ടാണിപ്പറമ്പിൽ, ബിജു സോമൻ, നാരായണൻ നായർ, മണികണ്ഠൻ, അരുൺകുമാർ എന്നിവർ സംസാരിച്ചു. ഭീകരവാദ സംഘടനകളുമായി ബന്ധം സ്ഥാപിച്ച 8 പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്താനും സ്വത്ത് മരവിപ്പിക്കാനും കുവൈത്തിനോട് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടു. ഉന്നത നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച പ്രാദേശിക പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. IS-നും അൽഖ്വയ്ദയ്ക്കുമെതിരെയുള്ള രക്ഷാസമിതി പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് 8 പേരുടെ പട്ടിക UN കുവൈത്തിന് കൈമാറിയത്. ഇവരുടെ പേരിൽ രാജ്യത്തും പുറത്തുമുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കാനും രാജ്യം വിടാതിരിക്കാൻ പാസ്പോർട്ടുകൾ കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനുമാണ് UN നിർദ്ദേശം. അതേസമയം പട്ടികയിൽ ഉൾപ്പെട്ട കുവൈത്ത് പൗരന്മാരുടെ പേര് വിവരങ്ങൾ ബന്ധപ്പെട്ട വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അനധികൃത സർവീസ് നടത്തുന്ന സ്വകാര്യ വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നിയമാനുസൃതമല്ലാത്ത സ്വകാര്യ ടാക്സി വാഹനങ്ങൾ കർശനമായി നിയന്ത്രിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിൽ യാതൊരു അലംഭാവവും ഉണ്ടാകില്ലെന്ന് വിമാനത്താവള ഓഫീസ് വ്യക്തമാക്കി. നിയമലംഘകർക്ക് 5000 റിയാൽ വരെ പിഴ ചുമത്തും. ടെർമിനലിന് മുൻപിലെ വാഹനങ്ങളുടെ പോക്കുവരവുകൾ വ്യവസ്ഥാപിതമാക്കുന്നതിനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുമാണ് നടപടി. സൗദിയിലെ അൽഗസീം പ്രവിശ്യയിൽ സുരക്ഷാ വിഭാഗം കഴിഞ്ഞ 1 മാസത്തിനിടെ നടത്തിയ പരിശോധനയിൽ 2949 പേർ പിടിയിലായതായി പോലീസ് വക്താവ് ബദർ അൽ അസഹബാനി അറിയിച്ചു. താമസ തൊഴിൽ നിയമം ലംഘിച്ചവരും പിടിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. പിടിയിലായവരെ തുടർ നടപടികൾ പൂർത്തിയാക്കുന്നതിനും നിയമാനുസൃതമുള്ള പിഴ ചുമത്തി രാജ്യത്തു നിന്ന് കയറ്റിയേക്കാനുമുള്ള വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. പരിശോധന അടുത്ത ദിവസങ്ങളിലും തുടരും. അനധികൃതമായി താമസിക്കുന്നവരെക്കുറിച്ച് അധികൃതർക്ക് വിവരം നൽകണമെന്ന് വക്താവ് ആവശ്യപ്പെട്ടു. ഇന്നത്തെ മിഡീസ് ടവർ പൂർണ്ണമാകുന്നു. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. നമസ്കാരം.